ബംഗ്ലാദേശിലെ ജൻസി കലാപത്തിന്റെ നേതാവും ഇൻകുലാബ് മഞ്ചിന്റെ പ്രവർത്തകനുമായ ഒസ്മാൻ ഹാദിയെ റാലിയിൽ പങ്കെടുക്കവെ അജ്ഞാതരായ ചിലർ വെടിവെച്ചു കൊന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിനെ നടുക്കിയ ജൻസി കലാപം ശാന്തമായതിനു ശേഷം അതേ ശക്തിയിൽ തന്നെ പുതിയൊരു കലാപം ഇപ്പോൾ ബംഗ്ലാദേശിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് ശേഷം യുവാക്കൾ വീണ്ടും തെരുവിലിറങ്ങുകയും മാധ്യമ സ്ഥാപനങ്ങൾ നശിപ്പിക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപിച്ചുകൊണ്ടാണ് ഈ കലാപങ്ങളെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കലാപകാരികളാൽ ആക്രമിക്കപ്പെടുന്നവരെല്ലാം തന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഏതോ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിലെത്തിയ ഇന്ത്യൻ വംശജരായ ആളുകളും ബംഗ്ലാദേശിലെ തന്നെ പ്രാദേശികരായിട്ടുള്ള ആളുകളും ഇതിൽപ്പെടും. കലാപകാരികൾ ഒരു ഹിന്ദു യുവാവിനെ നഗരത്തിൽ പിടിച്ചുകൊണ്ടുവരികയും മർദ്ദിച്ച് കൊല്ലുകയും ശേഷം നഗരമധ്യത്തിൽ ഒരു മരത്തിൽ അദ്ദേഹത്തിന്റെ ശവശരീരം കെട്ടിത്തൂക്കിയതിന് ശേഷം പെട്രോൾ ഒഴിച്ച് തീയിടുകയും ചെയ്ത വാർത്തകൾ വന്നിരുന്നു. ബംഗ്ലാദേശ് അതിഗുരുതരമായ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യം അല്ലെങ്കിൽ ശക്തമായ ഒരു രാജ്യത്തെ എല്ലാ കാലത്തും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് വളരെ ചെറിയ ഒരു രാജ്യമായ ബംഗ്ലാദേശിനെ മുന്നോട്ട് പോകാനാവില്ല എന്ന യാഥാർത്ഥ്യം ബംഗ്ലാദേശിലെ കലാപകാരികൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അവാമി ലീഗിന്റെ തകർച്ചയ്ക്ക് ശേഷം ബംഗ്ലാദേശിൽ അരാജകത്വം വിളയാടുകയാണ്. ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ അതിന് മുഖം കൊടുത്തിട്ടില്ല. ഒരു കാരണവശാലും ഇന്ത്യയിൽ നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശികൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കേണ്ട ഒരു രാജ്യമാണ്. എന്നാൽ മതപരമായ അല്ലെങ്കിൽ വിഭജന കാലഘട്ടത്തിൽ, ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിതച്ചു പോയ വർഗീയതയുടെ വിത്തുകൾ മുളച്ച് ആ രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഭവ ശേഷി കൊണ്ട് വളരെ പിന്നിലായ, സാമ്പത്തിക ശേഷി കൊണ്ട് വളരെ പിന്നിലായ, രാഷ്ട്രീയ ശക്തി കൊണ്ട് വളരെ പിന്നിലായ, ആയുധബലം കൊണ്ട് വളരെയേറെ പിന്നിലായ ബംഗ്ലാദേശ് പോലെ രാജ്യത്തിന് ഈ മേഖലയിലെല്ലാം തന്നെ വളരെ ശക്തമായ മേധാവിത്വമുള്ള, ഒരുപക്ഷെ ഏഷ്യയിൽ തന്നെ വലിയ ശക്തിയായ, ലോകത്തിലെ തന്നെ വലിയൊരു ശക്തിയായ ഇന്ത്യയോട് ശത്രുപക്ഷത്ത് പെരുമാറുന്നത്, ശത്രുവിനെ പോലെ പെരുമാറുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് കടന്നു കയറുകയോ ബംഗ്ലാദേശിനെ ആക്രമിക്കുകയോ ചെയ്യില്ല. ഇന്ത്യയെ കൂടെ നിർത്തി ഇന്ത്യയോടൊപ്പം ചേർന്ന് ബംഗ്ലാദേശിന് ഒരുപാട് വളർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം സാധ്യതകളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണ് ജൻസി പ്രക്ഷോഭത്തിന് ശേഷവും ജൻസി പ്രക്ഷോഭ കാലത്തും ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾക്ക് അവിടെ വേരോട്ടമുണ്ടായത്. ബംഗ്ലാദേശിൽ നിന്നുള്ള ധാരാളം കുടിയേറ്റക്കാർ പശ്ചിമബംഗാളിലേക്ക് കടക്കുകയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇവരെ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ബംഗ്ലാദേശികളെ ഒരു കാരണവശാലും രാജ്യത്തിനുള്ളിൽ സംരക്ഷിക്കില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. അത് വാസ്തവത്തിൽ ശരിയുമാണ്. കാരണം ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ മറ്റു രാജ്യത്തു നിന്നും കുടിയേറി വരുന്ന അല്ലെങ്കിൽ അനധികൃതമായി കടന്നു കയറി വരുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും, ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിലും, ആഭ്യന്തരമായ അരാജകത്വങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിലും ബംഗ്ലാദേശിനെ സഹായിക്കാൻ എന്നും ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. ആ ഇന്ത്യയാണ് നിരന്തരം പ്രകോപനങ്ങളിലൂടെ ബംഗ്ലാദേശ് പിണക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ അടുത്ത് തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വാസ്തവത്തിൽ അത്തരത്തിലൊരു അനിഷ്ട സംഭവം ഉണ്ടായാൽ ഇന്ത്യ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്യും. ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തുകയും ഇന്ത്യ വിശദീകരണം ചോദിക്കുകയും ചെയ്തു. ആവശ്യമായ സുരക്ഷ ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് നൽകണം എന്നും ഇന്ത്യ ആവശ്യപ്പെടുകയുണ്ടായി. ഈ സംഘർഷം നീണ്ടുപോകുന്നതിനനുസരിച്ച് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷമാകുകയുള്ളൂ. ഇന്ത്യക്ക് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്ന് വർഷങ്ങളായി ആഗ്രഹമുണ്ട്. എന്നാൽ ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന ഇന്ത്യ വിരുദ്ധത ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് അടുപ്പിക്കാൻ മതിയായതല്ല. എന്തൊക്കെയായാലും ഇന്ത്യയും ബംഗ്ലാദേശും അയൽ രാജ്യങ്ങളാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ വിശാലമായ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു. ബ്രിട്ടീഷുകാരുടെയും ആ കാലഘട്ടത്തിൽ വിഭജനത്തിന് വേണ്ടി നിന്നിരുന്ന ആളുകളുടെയും ഒക്കെ സ്ഥാപിത താല്പര്യങ്ങളാണ് ഇന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന
ഒരു രാജ്യത്തിന്റെ ഉത്ഭവത്തിന് തന്നെ ജന്മമെടുക്കാൻ തന്നെ കാരണമായിരുന്നു. പിൻകാലത്ത് വേണമെങ്കിൽ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ ഇന്ത്യയോടൊപ്പം ചേർക്കാമായിരുന്നു. പക്ഷേ ഇന്ത്യ ബംഗ്ലാദേശിന്റെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും ഒക്കെ എല്ലാ കാലത്തും മാനിക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിനെ വീണ്ടെടുത്ത് ഒരു സ്വതന്ത്ര രാജ്യമാക്കി നൽകുന്നതിന് പോലും ഇന്ത്യ വളരെയധികം സൈന്യത്തെ ബലിയാടാക്കുകയും അവർക്ക് വേണ്ടി നിരന്തരം പ്രവർത്തനങ്ങൾ, സമ്പത്ത് ചെലവഴിക്കുകയും ഒക്കെ ചെയ്തു. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യ വിരുദ്ധത വളരെ ചെറുപ്പത്തിൽ തന്നെ ബംഗ്ലാദേശിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. നല്ലൊരു അയൽ രാജ്യമായി ഇന്ത്യയെ കാണാൻ പഠിപ്പിക്കാതെ അവിടെയുള്ള യുവതലമുറയെ പാകിസ്ഥാൻ എന്താണോ പാകിസ്ഥാനിൽ ചെയ്യുന്നത് അതേ രീതിയിൽ ബംഗ്ലാദേശികളും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. അതുകൊണ്ട് ബംഗ്ലാദേശിന് ഇനി ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യ വിരുദ്ധമായ ആശയങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട്, ഇന്ത്യ വിരുദ്ധമായ പ്രക്ഷോഭങ്ങൾ നിർത്തിക്കൊണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ എടുത്തുകൊണ്ട് ഇന്ത്യയെ തങ്ങൾക്കൊപ്പം ചേർത്ത് ഇന്ത്യയോട് അടുത്തു നിന്ന് ഇന്ത്യയുടെ സഹായങ്ങൾ പറ്റി ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി സമാധാനപരമായി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു കാര്യമാണ് ബംഗ്ലാദേശിന് ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത പക്ഷം രാഷ്ട്രീയവും സാമൂഹികവുമായ സാംസ്കാരികവുമായ അരാജകത്വങ്ങൾ കൊണ്ട് ആ രാജ്യം പൂർണ്ണമായും നശിച്ചു പോകും എന്നാണ് നമ്മൾ അടുത്തിടെ ഉണ്ടാകുന്ന സംഭവങ്ങളിലൂടെ കണ്ട് മനസ്സിലാക്കുന്നത്.